എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടുവെക്കുകയും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഈ ബൈബിൾ സ്റ്റഡിയുടെ 4-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. അന്നേ കാട്ടുതീ വന്നതുപോലെ യഹോവയുടെ ആ ചൂള പോലെ കത്തുന്ന ദിവസം വരുന്നു എന്ന് ഇവർ മനസ്സിലാക്കുന്നു. പക്ഷെ ഈ പാമ്പുകൾക്ക് യാതൊരു മനസ്സാന്തരവും വന്നിട്ടില്ല. മനസ്സാന്തരപ്പെട്ടത് കൊണ്ടല്ല പാമ്പുകൾ വെള്ളത്തിൽ ചാടാൻ വന്നിരിക്കുന്നത്. അവിടെ കിടന്നാലേ ശരീരം പൊള്ളി തങ്ങൾ ചത്തുപോകും, നശിച്ചു പോകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് വെള്ളത്തിൽ ചാടാൻ വന്നിരിക്കുന്നത്. ചൂട് സഹിക്കാൻ വയ്യാതാണ് വെള്ളത്തിൽ ചാടുന്നത്. പരീശന്മാർക്കും സദൂക്യർക്കും ഒക്കെ ചൂട് തട്ടിയിരിക്കുന്നു. മാനസാന്തരം ഒട്ട് വന്നിട്ടുമില്ല. ഇവര് വെള്ളത്തിൽ ചാടാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത്, ഹേ സർപ്പസന്തതികളെ. അതായത് കുറെ കാലം മുമ്പ് താൻ മരുഭൂമിയിലായിരുന്നപ്പോൾ കണ്ടിരുന്ന അതേ കാഴ്ചയാണ് ഈ കാണുന്നത്. അന്നേ പാമ്പുകളൊക്കെ ചൂട് തട്ടിയിട്ട് വെള്ളത്തിൽ ചാടാൻ വരുന്നു. ഇതുങ്ങളും ചൂട് തട്ടിക്കഴിഞ്ഞപ്പം വെള്ളത്തിൽ ചാടാൻ വന്നിരിക്കുക, സ്നാനപ്പെടാൻ വന്നിരിക്കുക. യോഹന്നാൻ ഇവരുടെ പ്രീതിയൊന്നും വേണ്ട. ഇവര് മാനസാന്തരപ്പെട്ടിട്ടല്ല വന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നു, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര്? തൊട്ടുപുറകിൽ കാട്ടുതീ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളോട് ഓടാൻ പറഞ്ഞത് ആരാണ്? എന്നിട്ട് യോഹന്നാൻ പറയാ, നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടാണോ വരുന്നത്? അല്ലെന്ന് എനിക്കറിയാം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. ഇവിടെ ഒരു ഫലവും ഇല്ല, മാനസാന്തരപ്പെട്ടിട്ടുമില്ല. പിന്നെ വരുന്ന എന്തിനു വേണ്ടിയാണ്? യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നു, ചൂള പോലെ കത്തുന്നതായ ദിവസം വരുന്നു. എങ്ങനെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം, അതിനുവേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നു, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. എന്താ ഇവര് മാനസാന്തരപ്പെട്ടില്ല എന്ന് യോഹന്നാൻ പറയാൻ കാരണം? അത് അടുത്ത വാക്യത്തിലുണ്ട്. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിനെ മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ യോഹന്നാൻ പറയുന്നതിന് ചുരുക്കം ഇതാണ്, പരീശന്മാരെ, സദൂക്യരെ, നിങ്ങൾ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് സ്നാനത്തിന് വേണ്ടി വരികയാണ്. കാട്ടുതീ വന്നപ്പോൾ വെള്ളത്തിൽ ചാടാൻ പോയതായ പാമ്പുകൾക്ക് യാതൊരു മാറ്റവും അവരുടെ മനസ്സിൽ വന്നിട്ടില്ല. പക്ഷേ ശരീരം പൊള്ളിയത് കൊണ്ട് ഓടിയതാണ്. അതുപോലെ യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പേ നിങ്ങൾ വെള്ളത്തിൽ ചാടാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഫലമില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. കാരണം നിങ്ങൾ ഉള്ളിൽ പറയുന്നത് മറ്റൊന്നാണ്. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്. എന്താണ് പറയുന്നതിന്റെ അർത്ഥമെന്നറിയാമോ? അവരുടെ വിശ്വാസം അനുസരിച്ച് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തിരിയുന്ന ആ വഴിയിൽ, ആ ജംഗ്ഷനിൽ അബ്രഹാം ഇരിക്കുകയാണ്. ഒരു വ്യക്തി മരിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ അബ്രഹാം ചോദിക്കും, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഉടനെ ഇയാൾ പറയുന്നു, ഞാനൊരു യഹൂദനാണ്, ഞാൻ മരിച്ചുപോയി, ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്, പാലസ്തീൻ നാട്ടിൽ നിന്ന് വരികയാണ്. ഓ, നീ യഹൂദനാണോ? അങ്ങനെയാണെങ്കിൽ നീ എന്റെ മകനാണ്. അപ്പോൾ ഇവൻ പറയുകയാണ്, ഞാൻ വലിയ പാപിയാണ്, അതുകൊണ്ട് നരകത്തിലേക്ക് പോവുകയാണ്. ഉടനെ അബ്രഹാം പറയാം, നീ എത്ര പാപിയായാലും കുഴപ്പമൊന്നുമില്ല, എന്റെ മകനാണല്ലോ. എന്റെ മക്കളെ എല്ലാം രക്ഷിക്കാൻ ആവശ്യമായത് അത്രമാത്രം നീതി പ്രവർത്തി ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്തതായ നീതി പ്രവർത്തിയാൽ എന്റെ മക്കളെല്ലാം രക്ഷപ്പെടും. അതുകൊണ്ട് എന്റെ കെയർ ഓഫിൽ നിങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് പൊക്കോ. അങ്ങനെ അബ്രഹാമിന്റെ സന്തതിയായി ജനിച്ച ആരും അവൻ എത്ര പാപിയായാലും നരകത്തിൽ പോകുകയില്ല എന്നാണ് യഹൂദന്മാർ ആ കാലത്ത് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഇവര് പറയാം, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എത്ര പാപിയായാലും നരകത്തിൽ പോകത്തില്ല. അപ്പോൾ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്ന പരീശന്മാരും സദൂക്യരും ഒക്കെ യോഹന്നാന്റെ അടുത്ത് സ്നാനപ്പെടാൻ വരുമ്പോൾ ഉള്ളി പറയുന്നത്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളാരും നരകത്തിൽ പോകത്തില്ല, എന്നാലും ഒന്ന് സ്നാനപ്പെട്ടേക്കാം. ഇന്ന് പലരും സ്നാനപ്പെടാൻ വരുന്നത് അങ്ങനെയാണ്. മാനസാന്തരവും ഒന്നുമില്ല. പിന്നെ അവര് പറയുന്നത്, ബൈബിള് വായിച്ചപ്പോ സ്നാനം ശരിയാന്ന് തോന്നി, ഒന്ന് വെള്ളത്തിൽ മുങ്ങുന്ന കാര്യമല്ലേ ഉള്ളൂ, ഒന്ന് സ്നാനപ്പെട്ടേക്കാം. എന്തിനാ സ്നാനപ്പെട്ടത്? അതിന്റെ കുറവ് കൊണ്ട് ഇനി ഒരു കുഴപ്പവും വരണ്ട, അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് സ്നാനപ്പെട്ടു. അവരോട് ചോദിച്ചാൽ പറയും, പണ്ട് തോമാസ് ലീഗ മാമോദീസ മുഖ്യ കുടുംബത്തിലുള്ളതാ ഞാന്, അതുകൊണ്ട് ഞാൻ നരകത്തിലൊന്നും പോകത്തില്ല, എങ്കിലും ഒന്ന് സ്നാനപ്പെട്ടേക്കാമെന്ന് കരുതി സ്നാനപ്പെട്ടതാണ്. ഇതൊക്കെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആരും നരകത്തിൽ പോകത്തില്ല, എന്നാലും
യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പേ വന്ന ഏലിയാവാണ് ഈ നിൽക്കുന്നത്. അവൻ പറയുന്നതനുസരിച്ച് ഒന്ന് സ്നാനപ്പെടുകയും കൂടെ ചെയ്തേക്കാം. ഈ ചിന്തയോടെ വന്നവരോടാണ് യോഹന്നാൻ പറയുന്നത്, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടി പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാര്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കൈപ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, അതുകൊണ്ട് നരകത്തിൽ പോകുകയില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. മാത്രമല്ല, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉരുവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് കളയുന്നു. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒത്തിരി കാലം ഇനി മുമ്പിലുണ്ടെന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ഞാൻ നിങ്ങളെ മനസ്സാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അന്ന് ഈ ചെരുപ്പ് ചുമക്കുന്നത് അടിമകളാണ്. യോഹന്നാൻ പറയാ, എന്റെ പിന്നാലെ വരുന്ന ആ വലിയവനുണ്ടല്ലോ, അവന്റെ അടിമയാകാനുള്ള യോഗ്യത പോലും എനിക്കില്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. വീശുമുറവ് അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പയെ കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. കോതമ്പയെ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരും പതിരെ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്തവരുമാണ്. അങ്ങനെ ലോകത്തുള്ളവരെ രക്ഷിക്കപ്പെട്ടവരെന്നും രക്ഷിക്കപ്പെടാത്തവരെന്നും രണ്ടായി തിരിച്ച് അവൻ അന്ത്യന്യായവിധി നടത്തുന്നവനാണ്. ഇങ്ങനെ യേശുവിന്റെ വരവിന് മുന്നോടിയായി വന്നതായി യോഹന്നാന് ജനത്തോട് ദൈവത്തിന്റെ ദൂതറിയിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഭാഗം എന്തിനാണ് വായിച്ചത്, എന്തിനാണ് ഈ കാര്യങ്ങൾ ഇത്രയും പറഞ്ഞത്? 2000ഓളം വർഷം മുമ്പ് യോഹന്നാൻ ഇങ്ങനെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് നേട്ടമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചത് മറ്റൊരു കാര്യമാണ്. ദൈവമക്കളെ, ദൈവദാസന്മാർ ഇങ്ങനെയാണ് പ്രസംഗിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ്. ജനപ്രിയ പ്രസംഗകൻ എന്ന് ഒരാളെ കുറിച്ച് പറയുന്നെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, അവൻ ജനങ്ങളുടെ പ്രിയനാണ്, ദൈവത്തിന്റെ പ്രിയനല്ല. ദൈവത്തിന് പ്രിയപ്പെട്ടവൻ ഒരിക്കലും ജനപ്രിയനായിരിക്കുവാൻ സാധ്യമല്ല. ഏറ്റവും നല്ല ഉദാഹരണം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ ബൈബിൾ സ്റ്റഡിയുടെ 4ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.